Hi friends, hi students. Mm, Once again, good morning to all. In my medical laboratory speech presentation, I am coming with another topic, that is the hormones of thyroid gland. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് in front of our neck, just above the trachea, and the weighs about 15 to 20 grams. It is consisting of two lobes connected with a thin band of tissue. So ആ കാരണം കൊണ്ട് നമ്മളെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഒരു ബട്ടർഫ്ലൈ അപ്പിയറൻസ്, ഒരു പൂമ്പാറ്റയെ പോലെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ സെക്രട്ടറി യൂണിറ്റ് ഉണ്ട്. ഈ സെക്രട്ടറി യൂണിറ്റ് ആണ് ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്നത്. ഈ ഫോളിക്കുലാർ സെൽസിൽ ഒരു അമോർഫസ് സബ്സ്റ്റൻസ് കൊണ്ട് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനാണ് തൈറോഗ്ലോബുലിൻ. അത് അയോഡിനേറ്റഡ് ഗ്ലൈക്കോപ്രോട്ടീനാണ് തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിലൊരു പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ട്, സി സെൽസ് എന്ന് പറയും. അത് കാൽസിറ്റോണിക് എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. മെയിൻ തൈറോയ്ഡ് ഗ്ലാൻഡിലെ മെയിൻ ഹോർമോൺസാണ് T4 ആൻഡ് T3. ദാറ്റ് ഈസ് കോൾഡ് തൈറോക്സിൻ. T4ന് തൈറോക്സിൻ എന്ന് പറയുന്നു, T3ന് ട്രൈ ഐഡോ തൈറോണിൻ എന്ന് പറയുന്നു. അതുപോലെ മറ്റു മോണോ ഐഡോ ടൈറോസിനും ഡൈ ഐഡോ ടൈറോസിനും, അതുപോലെ ബയോളജിക്കലി ഇന്നാക്റ്റീവ് ആയിട്ടുള്ള റിവേഴ്സ് T3 തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കെമിസ്ട്രി ആസ് വെൽ ആസ് ദ ഫിസിയോളജി ഓഫ് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ? നമ്മൾ ഭക്ഷണത്തിൽ, നമ്മൾ ഡെയിലി ഇൻടേക്കിൽ നമ്മൾ ഏകദേശം 100 അല്ലെങ്കിൽ 200 മൈക്രോഗ്രാം അയോഡിൻ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഈ അയോഡിൻ നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ റീഅബ്സോർവ് ചെയ്ത് അത് ബ്ലഡ് സർക്കുലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ 2/3 ഈ ഇൻജസ്റ്റഡ് ആയിട്ടുള്ള അയോഡിൻ കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യും. 1/3 നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും വലിയ പ്രധാനമായ ഒരു സാധനമാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ TSH ആണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് ഈ അയോഡിൻ അപ്ടേക്ക് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സംഭവം. ഈ അയോഡിൻ എന്താണ് തൈറോയ്ഡ് ഗ്ലാൻഡിനുള്ളിൽ സംഭവിക്കുന്നത് വെച്ചാൽ, ഇൻസൈഡ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഈ അയോഡിൻ ഫസ്റ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് ടൈറോസിൻ മോളിക്യൂളാകും. ഈ ടൈറോസിൻ മോളിക്യൂൾ നടക്കുന്നത് തൈറോഗ്ലോബുലിൻ്റെ അകത്താണ്. അത് ഒരു എൻസൈം വഴി, പെറോക്സിഡേസ് എൻസൈം വഴിയാണ് നടക്കുന്ന റിയാക്ഷൻ. ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതൊക്കെ TSH ആണ്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഈ ടൈറോസിൻ മോളിക്യൂളാണ് എന്താവുന്നത്, മോണോ ഐഡോ ടൈറോസിനും ഡൈ ഐഡോ ടൈറോസിനുമാണ്. ഈ T4 എന്ന് പറഞ്ഞാൽ, ടോട്ടൽ T4 എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ എന്ന് പറയുന്നത് കപ്ലിംഗ് ഓഫ് 2 ഡൈ ഐഡോ ടൈറോസിൻ കപ്പിൾ ചെയ്തിട്ടാണ് T4 ഉണ്ടാകുന്നത്. ഒരു മോണോ ഐഡോ ടൈറോസിനും ഒരു ട്രൈ ഐഡോ ടൈറോസിനും കപ്പിൾ ചെയ്തിട്ടാണ് ട്രൈ ഐഡോ ടൈറോസിനല്ല T3 ഉണ്ടാകുന്നത്. ഈ T3 T4 അയഡിനൈസ് ചെയ്യുന്നത് ഏകദേശം 48 മണിക്കൂറാണ് തൈറോയ്ഡ് ഗ്ലാൻഡിനുള്ളിൽ. എന്നാൽ തൈറോയ്ഡ് സെക്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 80% തൈറോയ്ഡ് ഗ്ലാൻഡിലും അയോഡിൻ സ്റ്റോർ ചെയ്യുന്നത് T4 ആണ്. 20% T3 ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ T3 T4 റിലീസ് ചെയ്യുന്നത് മൈക്രോ ഫിലമെൻറ്റ്സ്, മൈക്രോ ട്യൂബ്യൂൾസോ അല്ലെങ്കിൽ ഹൈഡ്രോളിസ് ഓഫ് തൈറോഗ്ലോബുലിൻ വഴിയാണ് റിലീസ് ചെയ്യുന്നത്. ഇത് ഒരിക്കൽ പ്ലാസ്മയിൽ ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ T3 T4 തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിനുമായിട്ട് പ്രോട്ടീൻ ബൗണ്ടായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ തൈറോക്സിൻ ബൈൻഡിങ് പ്രീ ആൽബുമിൻ, ഈ രണ്ടിൻ്റെയും പ്രോട്ടീൻ്റെയും ബൈൻഡിങ് കപ്പാസിറ്റി എക്സിഡ് ചെയ്യുമ്പോഴാണ് അത് ആൽബുമിനായിട്ട് ബൈൻഡ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇത് പെരിഫറൽ ടിഷ്യൂസിലൊക്കെ പോയിട്ട് മെറ്റബോളൈസ് ചെയ്യുന്നത് ഡിയാമിനേഷനും ഡീകാർബോക്സിലേഷനും വഴിയാണ്. അതുപോലെ ഇത് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. അതുപോലെ ഓക്സിജൻ അപ്ടേക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കും, ലൈപ്പോലൈസിസിന് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുപോലെ സർക്കുലേറ്റിംഗ് കൊളസ്ട്രോൾ, ബ്ലഡിൽ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഇത് RNA സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസിൽ അല്ലെങ്കിൽ ATP യൂട്ടിലൈസേഷനൊക്കെ വലിയ സംഭവമാണ്. ഈ T3 T4 ഡീഅയോഡിനൈസേഷൻ ചെയ്യുന്നത് പെരിഫറൽ ടിഷ്യൂവിൽ 40% ഓഫ് T4 T3 ആയി മാറുകയാണ്. 45% T4 റിവേഴ്സ് T3 ആയിട്ട് മാറുകയാണ്. പിന്നെ ഈ T3 T4 ഒക്കെ നേരെ ലിവറിലെത്തിക്കഴിഞ്ഞാൽ
ഗ്ലൂക്കറോണിക് ആയിട്ട് കോൺജുഗേറ്റ് ചെയ്തിട്ട് ആ കോൺജുഗേറ്റ് ബൈലിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യും. അത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് പിന്നെ അത് യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ പത്തോളജി അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻസ്, തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ തൈറോയ്ഡ് ബേസൽ മെറ്റാബോളിക് റേറ്റിനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ കലോറിജനൈസിസ്, അതുപോലെ തന്നെ ന്യൂറോണിൻ്റെ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, നോർമൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സെക്ഷൽ മെച്ചുറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന്, പ്രോട്ടീൻ മെറ്റബോളിസം, കൊളസ്ട്രോൾ മെറ്റബോളിസം, ലിപ്പിഡ് മെറ്റബോളിസം, ട്രൈഗ്ലിസറൈഡ് മെറ്റബോളിസം, കാൽഷ്യം ഫോസ്ഫറസ് മെറ്റബോളിസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഇതിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻസാണ് ഈ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഹോർമോൺസ് ഇതിലൊക്കെ മെയിൻ ഒരു എൻ്റെ ക്ലോസ് ഐറാൾക്കൾജിയൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഇതുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ ഹൈപ്പോതലാമസ് ആസ് വെൽ ആസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആസ് വെൽ ആസ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ദിസ് ആർ ക്ലോസ്ലി ഇൻറ്റഗ്രേറ്റഡ് ആണ്. കാരണം ഇതിൻ്റെ ഒരു കൺട്രോൾഡ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. കാരണം നമ്മളെ ബ്ലഡിൽ ഈ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ലോസ്ലി ഇൻറ്റഗ്രേറ്റഡ് ഫീഡ്ബാക്ക് സിസ്റ്റം തന്നെ ഇതിലുണ്ടാകുന്നത്. ഈ ഈ ഹൈപ്പോതലാമസിലാണ് തൈറോക്സിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അത് നേരെ നമ്മളെ ബ്ലഡ് സ്ട്രീം വഴി അത് പിറ്റ്യൂട്ടറിയിലേക്ക് പോകും. പിറ്റ്യൂട്ടറി പോയിട്ട് അതിനെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സെക്രേറ്റ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതൊക്കെ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. ഈ പിറ്റ്യൂട്ടറി അതിനെ TSH റിലീസ് ചെയ്യിപ്പിക്കണം. ഈ TRH തൈറോക്സിൻ റിലീസിങ് ഹോർമോണിൻ്റെ പിന്നെ ഇഫക്റ്റ്, പിറ്റ്യൂട്ടറി ഇഫക്റ്റ് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫ്രീ T4 ആണ്, ഫ്രീ തൈറോക്സിനാണ്. ഈ ഫ്രീ തൈറോക്സിൻ ബ്ലഡ് വഴി നേരെ പിറ്റ്യൂട്ടറി എത്തിക്കഴിഞ്ഞാൽ ആ ഫ്രീ FT4 ഹൈ ആണെങ്കിൽ ഈ പിറ്റ്യൂട്ടറി TSHനെ ഡിപ്രസ് ചെയ്യും റിലീസിങ്. അത് ഫ്രീ T4 ലോ ആണെങ്കിൽ TSHനെ സ്റ്റിമുലേറ്റ് TSH റിലീസ് ഫ്രം ദ പിറ്റ്യൂട്ടറി. അതുപോലെ തൈറോയ്ഡ് TSH തൈറോയ്ഡ് ഗ്ലാൻഡിലെ സെൽസിനെയും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റിനെയും അതിൻ്റെ സൈസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, നെഗറ്റീവ് ആസ് വെൽ ആസ് ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള തൈറോയ്ഡ് ഗ്ലാൻഡും അതുപോലെ അതിൻ്റെ ഹോർമോൺസും. ഇനി തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്, തൈറോയ്ഡിൽ എന്തെങ്കിലും ഹോർമോൺസിലെ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലാണ് വരുന്ന ഒന്നാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോൺസ് T3T4ൻ്റെ സെക്രീഷൻ ആക്ഷൻ തമ്മിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ്. അതിൻ്റെ മെയിൻ കാരണം അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതിൽ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതുപോലെ തന്നെ അതിൽ അതിൻ്റെ സിംറ്റംസ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഫറ്റീഗാണ്, ക്ഷീണം, ലിത്താർജി, മടി, കോൾഡ് ഇൻടോളറൻസ്, തണുപ്പ് ഉൾക്കൊള്ളാൻ കഴിയാതെ വരിക. പിന്നെ അതുപോലെ ഡിപ്രഷൻ, വിഷാദരോഗം ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിക്രീസ് കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക. അതുപോലെ ഡിക്രീസ്ഡ് കാർഡിയ ഔട്ട്പുട്ട്, ഡിക്രീസ്ഡ് പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ്. അതുപോലെ തന്നെ ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഉള്ള ആളുകൾക്ക് എപ്പോഴും ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും. പിന്നെ അവർക്ക് ഡിക്രീസ് ഇൻഫെർട്ടിലിറ്റി, അതുപോലെ ഡിക്രീസ്ഡ് ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റിനൽ മൊബിലിറ്റി, ഡിക്രീസ്ഡ് മെൻസ്ട്രേഷൻ ഈസ് വെരി ഡിക്രീസ്. അതുപോലെ തന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ, ഹൈപ്പോതൈറോയിഡിസത്തിൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് ആയുള്ള ഫാറ്റ് കണ്ടൻ്റുള്ള ലിപ്പിഡ് പ്രൊഫൈലുള്ള സാധനങ്ങൾ കൂടും. അതുപോലെ ഷുഗർ ഹൈപ്പോതൈറോയിഡിസത്തിൽ കുറയുക ചെയ്യാം. ഈ ഹൈപ്പോതൈറോയിഡിസം മെയിൻലി ഉണ്ടാവുന്നത് പിന്നെ മെയിൻ കാരണം ഒന്ന് തൈറോയ്ഡ് ഓട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടാവും, സർക്കുലേറ്റിംഗ് ആൻറ്റി തൈറോയ്ഡ് ആൻറ്റിബോഡീസ്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവും. ഈ ഹൈപ്പോതൈറോയിഡിസം പ്രൈമറി ഉണ്ട്, അതുപോലെ സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. പ്രൈമറി മെയിൻലി ഗോയിറ്ററാണ്, ഒന്ന് നോൺ ഗോയിറ്ററാണ്. ഈ ഗോയിറ്റർ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നത് മെയിൻലി ഇത് ഓട്ടോ ആൻറ്റിബോഡീസ് കൊണ്ടാണ്. അതുപോലെ വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ നോൺ ഗോയിറ്ററസ് ഉണ്ടാകുന്നത് തൈറോയ്ഡ് ടിഷ്യൂസ് ലോസ് ചെയ്യുക അല്ലെങ്കിൽ അട്രോഫി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം. പ്രൈമറി കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്നാണ് കംപ്ലീറ്റ് ലാക്ക് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാകുന്നത് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നമ്മളെ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി.
അതിൽ ഹൈപ്പോതലാമസത്തിൽ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിൽ ട്യൂമേഴ്സ് ഉണ്ടാകുമ്പോൾ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഉണ്ടാകും. പിന്നെ ഗോയിറ്റർ ഉണ്ട്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് വിത്ത് ഓർ വിത്തൗട്ട് നോഡ്യൂൾസ് ഉള്ള ഗോയിറ്റർ ഉണ്ട്. അതൊക്കെ നമ്മൾ USG സ്കാൻ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ സിമ്പിൾ ഗോയിറ്റർ ഉണ്ട്. സിമ്പിൾ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് വിത്ത് T3 ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ അത് നൊഡുലാർ ഉണ്ട്, അത് ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ ഡിഫ്യൂസ് ഹൈപ്പർപ്ലേസിയ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. അത് സിംറ്റംസ് ഒന്ന് ഈ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ മിക്സിഡീമി ഉണ്ടാവും. മിക്സിഡീമി എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസം സിവിയർ ഫോമാണ്. അത് അക്യുമുലേഷൻ ഓഫ് മ്യൂക്കോപോളിസാക്കറൈഡ്സ് ഇൻ ദ സബ്ക്യൂട്ടൻ ടിഷ്യൂസ്, അഡിപ്പോസ് ടിഷ്യൂസ്, അങ്ങനെ ഫേഷ്യൽ തിക്കനിങ്ങോ അതുപോലെ തന്നെ സ്കിന്നൊക്കെ തിക്കൻ ചെയ്യും. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ടു തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോയ്ഡ് ഹോർമോൺ, തൈറോയ്ഡ് ഗ്ലോബുലിൻ, തൈറോയ്ഡ് ടിഷ്യൂസ്, അങ്ങനെ അതിൽ മിക്സിഡീം ഉണ്ടാവും, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലോക്കുലാർ തൈറോയിഡൈറ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മിക്സിഡീമിയ, അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങളുണ്ടാവും. പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിലെ ട്യൂമേഴ്സ് ഉണ്ട്, ബിനൈൻ ഉണ്ട്, മാലിഗ്നൻസി ഉണ്ട്. ഏറ്റവും സേഫസ്റ്റ് ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിനൊക്കെ മാറാനുള്ള വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ക്യാൻസറാണ്. അത് മരുന്ന് കുടിച്ചാൽ അല്ലെങ്കിൽ സർജറി ചെയ്താലൊക്കെ മാറും. പിന്നെ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസത്തിന് പോകാൻ ഏറ്റവും നല്ലത് അഡ്മിനിസ്ട്രേഷൻ ഓറൽ തൈറോക്സിൻ മരുന്ന് കഴിക്കലാണ് ഏറ്റവും നല്ലത്. അടുത്തൊരു ഡിസോർഡറാണ് ഹൈപ്പർ തൈറോയിഡിസം, അല്ലെങ്കിൽ തൈറോടോക്സിക്കോസിസ്, ടോക്സിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ T3T4 ഹൈപ്പർ മെറ്റബോളിക് കണ്ടീഷനാണ്. അത് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യാം. അത് കൂടുതലായി ഒന്നുകിൽ അസോസിയേറ്റഡ് ടു ദ T3T4 ഇൻക്രീസിങ്, അല്ലെങ്കിൽ നോട്ട് അസോസിയേറ്റഡ് ഇൻക്രീസിങ് ഓഫ് T3T4. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ സിവിയർ ഫോമാണ് ഗ്രേവ് ഡിസീസ് എന്ന് പറയുന്നത്. ഗ്രേവ് ഡിസീസ് എന്ന് പറയുന്നത് ഇസ് എ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. IgG ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് എഗെയിൻസ്റ്റ് ദ തൈറോയ്ഡ് TSH റിസപ്റ്റേഴ്സിന്. അങ്ങനെ T3T4 കൂടും. അല്ലെങ്കിൽ അത് ഈ ബാക്ടീരിയൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഒരു സോളിറ്ററി ഫോളിക്കുലർ അഡിനോമ അല്ലെങ്കിൽ തൈറോയ്ഡ് അഡിനോമ വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഒരുപാട് അയഡിൻ ഇഞ്ചക്ഷൻ ഓഫ് അയഡിൻ ഇൻക്രീസ് ചെയ്യുന്നതും തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാകുമ്പോഴും, അതുപോലെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഇത് കൂടുമ്പോഴും, തൈറോയ്ഡ് മെഡിക്കേഷൻ കൂടുമ്പോഴും, അതുപോലെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് തൈറോയ്ഡോസിസിലൊക്കെ ഇത് കൂടാൻ സാധ്യതയുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസം മെയിൻലി നമ്മൾ വരുന്നത് നമ്മുടെ കാർഡിനൽ അറിത്തീമിയ ഉണ്ടാവും. അതുപോലെ അത് ഉണ്ടാകുമ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻക്രീസ് ഗ്ലൂക്കോനിയോജനൈസിസ് ഫ്രം ദ അമിനോ ആസിഡ്സ്, അങ്ങനെ നമ്മുടെ ശരീരത്ത് ലോസ് ഓഫ് വെയിറ്റ്, അല്ലെങ്കിൽ മസിൽ വേസ്റ്റിങ്, അല്ലെങ്കിൽ നമ്മൾ ടയർഡ്നെസ്, വീക്ക്നെസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയാണ്. അതുപോലെ ഒന്നാണ് അത് ഡിക്രീസ് ഗ്ലൂക്കോസ് ടോളറൻസ്, അങ്ങനെ നമ്മൾ ഹൈപ്പർഗ്ലൈസീമിയ. ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. കൊളസ്ട്രോളും TGയും ഒക്കെ കുറയും, കാരണം അതിൽ ലിപ്പിഡ് ലൈപ്പോലൈസ് സംഭവിക്കുന്നതുകൊണ്ട് ഒക്കെ കുറയും. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് ഒരു സിംറ്റംസാണ് നെർവസ്നെസ്, ഫറ്റീഗ്, അതുപോലെ തന്നെ ഇൻക്രീസ് സ്വെറ്റിങ്, കൂടുതൽ വേർക്കുക, നമ്മളെ ഹാർട്ട് റേറ്റ് കൂടുക, അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്രൂഷൻ ഹൈബോൾ, കണ്ണുകൾ ഉള്ളിലേക്ക് തള്ളുക, പ്രൊട്രൂഷൻ ഹൈബോൾസ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ. പിന്നെ വരുന്ന ഒരു കണ്ടീഷൻസാണ് പിന്നെ ഇൻക്രീസ്ഡ് റീനൽ ബ്ലഡ് ഫ്ലോ, ഇൻക്രീസ്ഡ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, അതുപോലെ പ്രഗ്നൻസി ലോസ് ചെയ്യുന്ന ഒരവസ്ഥ, മെൻസ്ട്രുവൽ അബ്നോർമാലിറ്റി വരുന്നത്, ഡിക്രീസ് ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരുന്നത് ഈ അവസ്ഥയിൽ വരുന്നതാണ്. ഇതിന് ഒരു ഹൈപ്പോതൈറോയിഡിസത്തിന് വരുന്നതാണ് മേജർ സർജറി അല്ലെങ്കിൽ തൈറോയ്ഡ് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതൈറോയിഡിസത്തിലുള്ള ഹൈപ്പോതൈറോയിഡിസം പേഷ്യൻസ് ഹോർമോൺ T3T4 ഇൻക്രീസ് ചെയ്യും, T3T4 ഡിക്രീസ് ചെയ്യും, TSH ഇൻക്രീസ് ചെയ്യുക. 6 to 60 ടൈംസ് ഹയർ ആണ് TSH. സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ പിന്നെ TSH ഹൈ ആയിരിക്കും, പക്ഷേ T3T4 നോർമലായിരിക്കും. അതേപോലെ തന്നെ സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം T3T4 കുറയുന്നതനുസരിച്ച് TSH കുറയുക, അപ്പോൾ T3T4 നോർമലാകുന്നതാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം പറയുന്നത്. ലബോറട്ടറി ഡയഗ്നോസിസ് പിന്നെ വേറൊന്നാണ് യൂതൈറോയ്ഡ് ഹൈപ്പർ തൈറോക്സിനീമിയ, ഒരു നോൺ തൈറോയ്ഡ് ഡിസീസാണ്. അത് നമ്മൾ ക്യാൻസർ, അതുപോലെ ലിവർ ഡിസീസ്, കാർഡിയാക് ഫെയിലിയർ, അതുപോലെ തന്നെ ഡയബറ്റിക് കീറ്റോസിഡോസിസ്, ബേൺസ്, അതുപോലെ തന്നെ ഹൈപ്പർതെർമിയ, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് യൂതൈറോയ്ഡ് ഹൈപ്പർ തൈറോക്സിനീമിയ. ലബോറട്ടറി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മുടെ
determination of T3, T4, TSH, determination of free T4, determination of free T3, determination of thyroglobulin, determination of thyroxine binding capacity, thyroxine binding globulin, അതുപോലെ തന്നെ TSH റിസപ്റ്റേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ കാൽസിറ്റോണിൻ. അതുപോലെ മറ്റൊന്നാണ് അതിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ ആൻറ്റി തൈറോയ്ഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി, ഡിറ്റർമിനേഷൻ ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്, ഡിറ്റർമിനേഷൻ ആൻറ്റി മൈക്രോസോമൽ ആൻറ്റിബോഡീസ്, TSH റിസപ്റ്റർ ആൻറ്റിബോഡീസ്. ഈ ഫ്രീ T4 T3 ആണ് ഏറ്റവും കൂടുതൽ മോർ ആക്റ്റീവ് ദാൻ ദ T4. അതുപോലെ ഇത് ഹൈ പൊട്ടൻസിയാണ്, ബയോളജിക്കലി ആക്റ്റീവാണ്, റാപ്പിഡ് വൺസെറ്റാണ്. അപ്പോൾ ഈ T4 എപ്പോഴും 90% ഇതിൽ ഉള്ളതാണ് തൈറോയിഡിൽ. അത് ഒരു പ്രോട്ടീൻ ബൗണ്ടായിട്ടാണ് പോകുന്നത്. അതിന് ഫ്രീ ആണ്, 0.05% ആണ് ഫ്രീ T4 ഉള്ളത്, ഫ്രീ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രീ T3 ഉള്ളത്, 0.2 to 0.5% ആണുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ഒരു സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ തൈറോയ്ഡ് ഹോർമോൺസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ലബോറട്ടറി ഡയഗ്നോസിസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണും ഈ വീഡിയോ എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ, യൂട്യൂബ് ചാനൽ മെഡിക്കൽ ലബോറട്ടറി സ്പീച്ച് പ്രസൻറ്റേഷനിലേക്ക് എന്തെങ്കിലും കമൻസുകൾ ചെയ്യുക, ലൈക്ക് അടിക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരും. താങ്ക്സ്.